ഹബക്കുക്ക് 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ഹബക്കുക്കിനെ ദൈവാത്മാവ് ഓർപ്പിച്ചുണർത്തുന്ന എഴുതിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സ്കൂൾ എല്ലാ കാലത്തും അടഞ്ഞു കിടക്കുമെന്നുള്ളതല്ല. ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുമെന്നാണ് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പഠനമായി കാര്യങ്ങളായി മധ്യവേനൽ അവധിക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ അടച്ചിരിക്കുക. ഇവിടെ ദർശനത്തിനൊരവധി വെച്ചിരിക്കുക, ദൈവം വെച്ചിരിക്കുന്ന ഒരവധി. എന്തിനു വേണ്ടിയിട്ട്? ജാഗരിക്കുവാൻ, കാത്തിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തിൻ്റെ മാത്ര വർദ്ധിപ്പിക്കുവാൻ, അതിന് ദൈവിക പ്രവർത്തികളോട് സഹകരിക്കുവാൻ ഉള്ള ഒരു മനോഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അവസരം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് വൈകിയാലും വരും നിശ്ചയം, സമയം തെറ്റുകയില്ല, അതിനായി തന്നെ കാത്തിരിക്കുക. അപ്പോൾ കാത്തിരിക്കുന്ന ഒരനുഭവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നാം എന്ത് പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ എന്തിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നോ അത് പ്രാപിക്കുവാനായിട്ട് ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവമുണ്ട്. എത്രയൊക്കെ ആയാലും കാത്തിരിക്കേണ്ടി വരും. ആ സമയത്ത് നാം തളരുമ്പോൾ, ആ സമയത്ത് മനസ്സ് പതറിപ്പോകുന്നുവെന്ന് തോന്നുമ്പോൾ നമുക്ക് ലഭിച്ച അഭിഷേകത്തിൽ ദൈവത്തെ ആരാധിക്കുക മാത്രമാണ് ഏക വഴി. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ചവന് മാത്രമേ ഈ കൃപയിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ശക്തമായി സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഊന്നി പറയുവാനായിട്ട് സാധിക്കും. നമുക്ക് വിഷമിച്ചിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക, അവിടെ ഇരിക്കുക, അവിടെ ഇരുന്നുകൊണ്ട് അഭിഷേകത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. അഭിഷേകത്തിൽ ആരാധിച്ച് ആത്മാവിൽ ശക്തിപ്പെട്ടാൽ മാത്രമേ ദൈവം നിശ്ചയിക്കുന്ന ആ ഒരളവിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. 2 സഹോദരിമാർ യേശുവിനെ കാണാനായിട്ട് അതിരാവിലെ ചെന്നു, ഇരുട്ടുള്ള സമയത്ത് ചെന്നു, കാണാൻ ചെന്നു. യേശുവിനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ അന്വേഷിച്ചിരിക്കുക. കല്ല് സ്വതവേ ഉരുട്ടി മാറ്റിയിരിക്കുന്നതെല്ലാം കണ്ടു. പക്ഷേ യേശുവിനെ അവർക്കവിടെ കാണാനായിട്ട് സാധിച്ചില്ല. പത്രോസിനെയും കൂട്ടരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ടും അവരും അവിടെ യേശുവിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവരും പോകുകയാണ് ചെയ്തത്. എന്നാൽ ഇവർ പോകാൻ തയ്യാറായില്ല. ഇവരുടെ വിഷമാവസ്ഥയിൽ അവരവിടുന്ന് പോകാൻ തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? കാത്തിരിക്കുക, കാണണം, യേശുവിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് ഇവർ വന്നപ്പോൾ എൻ്റെ ചിന്ത, എൻ്റെ ഭാവന, ഇവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയിൽ ഇവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? ആദ്യം കാൽക്കലും തലയ്ക്കലും ഇരിക്കുന്ന ദൂതന്മാരെ ഇവർ കാണാനായിട്ടിടയായി. കണ്ണിന് തുറവ് കിട്ടുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും തോറും കൂരിരുൾ മാറുക. ഇരുട്ടത്താ കാണാൻ ചെന്നത്, പക്ഷേ വെളിച്ചത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇരുളവിടുന്ന് മാറിപ്പോകുക. അവിടെ കണ്ണുകളാൽ ദൂതന്മാരെ കാണുകയാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഉയർത്ത കാര്യമൊക്കെ അവർ പറയുവാനിടയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തു ചെയ്തു?
യേശുവിനെ തന്നെ അവർക്ക് കാണുവാനായിട്ടിടയായി, സ്വന്തം കണ്ണുകളാൽ കാണുവാനിടയായി. അപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വന്തം കണ്ണാൽ അവർ കണ്ടു. ആ ദർശനം അവർക്ക് മറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ദർശനത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു അവധി ഉണ്ടായിരുന്നു. പക്ഷേ അവർ അതിനു വേണ്ടിയിട്ട് കാത്തിരുന്നു. അത് വൈകിയാലും വരും നിശ്ചയം. യേശുവിനെ എങ്ങനെയായാലും കാണുവാൻ സാധിക്കും. കാരണം യേശു സാക്ഷാൽ ദൈവമാണെന്നുള്ള സത്യം അവർക്കറിയാമായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ, മരിച്ചെന്നേക്കുമായി കല്ലറയിൽ അടക്കപ്പെട്ടവനല്ല യേശു. ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവിച്ചിരിക്കുന്നവൻ്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കുന്ന, ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുവാൻ, നിത്യതയിലേക്ക് എത്തിക്കുവാനായിട്ട് പര്യാപ്തമായ ഹല്ലേലൂയ യേശുവിൻ്റെ ശക്തമായ കരം തന്നെ തേടിയെത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ ആഴമായിട്ടുള്ളത് കൊണ്ട് അവർ കാത്തിരിപ്പിന് തയ്യാറായി. അവരവിടെ തന്നെ യേശുവിനെ കണ്ടിട്ട് മടങ്ങിപ്പോകുവാനായിട്ട് ഇടയായി. അത് വൈകിയാലും വരും നിശ്ചയം, അതിനായി തന്നെ കാത്തിരിക്കുക. വൈകും എന്ന് പറയുമ്പോഴും വരുമെന്ന് പറയുന്നുണ്ട്, സമയം തെറ്റുകയില്ലെന്ന് പറയുന്നുണ്ട്. തെറ്റാതെ കൃത്യമായി നാം പ്രാപിക്കേണ്ട ദർശനങ്ങൾ പ്രാപിക്കുവാൻ നമുക്കൊരുമിച്ച് ഐക്യത്തോടെ ഏകാഗ്രതയോടെ പരസ്പരം പ്രാർത്ഥിക്കാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. എന്നാൽ അവധിക്കാലം കഴിയാറായി, ദർശനം വെളിപ്പെടാറായി, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാറായി, ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനുള്ള സമയമായി. അതുകൊണ്ട് ഇരുട്ടിൻ്റെ മൂടുപടങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുക, വെളിച്ചം കാണുക. ദുഃഖം മനസ്സിൽ നിന്ന് പോകുന്തോറും വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുക. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തെ ഭരിക്കുമാറാകട്ടെ. ആ വെളിച്ചം നമ്മളെ നടത്തുമാറാകട്ടെ. സകലത്തെയും ചലിപ്പിക്കുന്ന സത്യ വെളിച്ചം നമ്മളെ വഴി നടത്തുന്ന ആ ഒരു അനുഭവം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് തന്നെ നമ്മളെ വഴി നടത്തുന്ന അനുഭവം, ആ അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുവാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പിന്നെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദർശനങ്ങളൊക്കെയും നിവർത്തിക്കും. ഞങ്ങൾ കണ്ട ദർശനങ്ങൾ നിവർത്തിക്കും. ഞങ്ങൾ പ്രാപിക്കേണ്ടതൊക്കെയും ദൈവസന്നിധിയിൽ നിന്ന് ഈ നാളുകളിൽ പ്രാപിച്ച് കർത്താവിൻ്റെ കൃപ അധികമായി അനുഭവിക്കുവാൻ, ഇന്ത്യയിൽ ഒരു വലിയ ഉണർവുണ്ടാകുവാൻ, കേരളത്തിൽ, ഭാരതത്തിൽ, ലോകമെമ്പാടും ശക്തമായ ഉണർവുണ്ടാകുവാൻ, ആ ഉണർവിൽ അനേകർ നിത്യജീവൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരങ്ങൾ ഒരുക്കും. അത്ഭുതങ്ങൾ നടക്കും. ദൈവ മഹത്വം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങനെ തന്നെ സംഭവിക്കും. അപ്രകാരം ദൈവം ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. വലിയ വിടുതലയിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദേതോ നീ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.